നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ടു ലിജിത്ത് ആർട്ട് വോയേജ്. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണോ? യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ റീൽസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു മൈക്രോഫോണും. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്ന ഒരു കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്രോഫോണിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഈ മൈക്രോഫോണിൻ്റെ ഒരു ബ്രാൻഡ് നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോമാക്സ് S001 എന്നാണ്. ഈ ഒരു മൈക്രോഫോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയും നല്ല ക്ലാരിറ്റിയും ഉള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മൈക്രോഫോണാണ്. തുടക്കക്കാരെ സംബന്ധിച്ച് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു മൈക്രോഫോൺ കൂടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ ടു അവർ വീഡിയോ. ഇതാണ് വെലോമാക്സിൻ്റെ ഒരു പാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ 2 ട്രാൻസ്മിറ്ററും അതുപോലെ തന്നെ ഒരു റിസീവറുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നല്ലൊരു സ്ക്വയർ ഷേപ്പിലാണ് ഈ വെലോമാക്സ് മൈക്കയുടെ പാക്കിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിതിൽ കാണാവുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വെലോമാക്സ് മൈക്കയുടെ കേസ് വന്നിട്ടുള്ളത്. ഈ കേസിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറിലാണ്. ഇതിൻ്റെ ടോപ്പിൻ്റെ ബോർഡറിലായിട്ട് ഒരു യെല്ലോ ലൈന് പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു സി ഷേപ്പിലുള്ള ചാർജിങ് പോർട്ടാണ്. കൂടാതെ ഈ പാക്കിങ്ങിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ഒരു ചെറിയൊരു പാക്കിംഗ് കൂടി ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 ചാർജിങ് കേബിളാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. 2 ചാർജിങ് കേബിളിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യമാണ്. കൂടാതെ ഇതിലൊരു യൂസർ മാനുവൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യൂസർ മാനുവലിനെ സംബന്ധിച്ച് മൈക്രോഫോണിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ യൂസർ മാനുവലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തവണ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അത് കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാവും. ഈ ഒരു കേസ് തന്നെയാണ് മൈക്രോഫോണിൻ്റെ ചാർജിങ് ബോക്സ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം തന്നെ നല്ല രീതിയിലായിട്ട് കളർഫുള്ളായിട്ട് തന്നെ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പ്രൊഡക്റ്റിനെ 3 പാർട്ടാക്കിയിട്ടാണ് ഇവർ തിരിച്ചിട്ടുള്ളത്. ഒന്ന് ചാർജിങ് ബോക്സ്, കൂടാതെ നമുക്ക് ഇതിൽ തന്നെ കാണാം 2 ട്രാൻസ്മിറ്ററാണ് ഇതിൽ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു റിസീവറും. ഈ റിസീവറും 2 ട്രാൻസ്മിറ്ററും വളരെ മനോഹരമായി തന്നെ ഈ ഒരു കേസിനുള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ട്രാൻസ്മിറ്റർ എടുത്തൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ മോഡുകളും കൃത്യമായി തന്നെ ഇതിൻ്റെ ഈ ഒരു ഡിസ്പ്ലേയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ പിന്നിൽ ഒരു ക്ലിപ്പ്, മാഗ്നറ്റ് രൂപത്തിലുള്ള ക്ലിപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ക്ലിപ്പ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ 4 സിമ്പലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ഇൻഡിക്കേറ്ററിനെ സംബന്ധിച്ചുള്ളതാണ് ഫസ്റ്റത്തെ. രണ്ടാമത്തേത് കണക്ഷൻ ഇൻഡിക്കേറ്റർ ലൈറ്റിനെ സംബന്ധിച്ചുള്ളതാണ്. മൂന്നാമത്തെ കൊടുത്തിട്ടുള്ളത് മ്യൂട്ട് ഇൻഡിക്കേറ്റർ ലൈറ്റിനെ സംബന്ധിച്ചാണ്. നാലാമത്തേത് നോയ്സ് റിഡക്ഷൻ ഇൻഡിക്കേറ്റർ ലൈറ്റിനെ സംബന്ധിച്ചുള്ള സിമ്പലുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ റിസീവർ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഷേപ്പിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആൻഡ്രോയിഡ് സിസ്റ്റങ്ങൾക്കും എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. കൂടാതെ നമ്മൾ ആപ്പിൾ ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു കണക്ടറും കൂടി ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. ആപ്പിൾ ഫോണിൽ ആഡ് ചെയ്യാനുള്ള കണക്ടർ എനിക്ക് ഈ ഒരു പാക്കിങ്ങിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അത് ഞാൻ എക്സ്ട്രാ വാങ്ങിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഈ റിസീവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കെ നമ്മളെ ഫോണിൽ ചാർജ് കുറവാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചാർജ് ചെയ്യാനായിട്ട് ഈ റിസീവറിലെ ഈ ഒരു ചാർജിങ് പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ പാക്കിങ്ങിൽ നമുക്ക് ലഭിച്ച ചാർജിങ് കേബിളുകൾ വളരെ ചെറുതാണ്. എന്നാലും കുഴപ്പമില്ല, എല്ലാവരുടെ അടുത്തും ആൻഡ്രോയിഡ് ഫോണുകളുള്ള കാരണം അതിനോടൊപ്പം ലഭിക്കുന്ന ചാർജിങ് കേബിൾ യൂസ് ചെയ്ത് നമുക്ക് എളുപ്പം തന്നെ ഇത് ചാർജ് ചെയ്യാവുന്നതാണ്. ഈ ചാർജിങ് ബോക്സ് നമുക്കൊന്ന് താഴെ വെക്കാം. അതിനുശേഷം നമ്മുടെ റിസീവറും നമ്മുടെ ഫോണുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. റിസീവർ മൊബൈലുമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഏത് മൈക്കാണോ എടുക്കുന്നത് ആ ഒരു ട്രാൻസ്മിറ്ററുമായിട്ട് ഈ ഒരു റിസീവർ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്നുള്ളതാണ്. അപ്പോൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ ആ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഷർട്ടിലോ പാൻറ്റിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഒരു മാഗ്നറ്റ് ക്ലിപ്പാണ് ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ക്ലിപ്പ് തന്നെയാണ്. പിന്നെ അത് കൂടാതെ ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങനെയും ഘടിപ്പിക്കാം. അതുപോലെ തന്നെ ക്ലിപ്പായിട്ട് നമുക്കിങ്ങനെ ഷർട്ടിൽ പിൻ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം.
അപ്പോൾ രണ്ട് തരത്തിലും നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഉപകാരപ്പെടുന്നുണ്ട്. ഇതൊരു വയർലെസ് മൈക്രോഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു മൈക്രോഫോൺ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൈക്രോഫോണിനെ സംബന്ധിച്ച് ഇത് ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ തന്നെ ആപ്പിൾ ഫോണിലും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ള ഡിജിറ്റൽ ക്യാമറയിലൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് വെലോമാക്സിൻ്റെ ഈ ഒരു മൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് ഷർട്ടിൽ എങ്ങനെയാണ് പിൻ ചെയ്യാമെന്ന് നോക്കാം. ഇത് പിന്നെ മാഗ്നറ്റിക് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മൈക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ട് ഈ ഒരു പിന്ന് ഈ ഷർട്ടിൻ്റെ പിന്നിലോട്ടൊന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണക്റ്റ് ആയിക്കോളും. അപ്പോൾ നമുക്ക് എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റാം. തുടക്കക്കാരെ സംബന്ധിച്ച് വെറും 2500 രൂപയ്ക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മൈക്ക് കൂടിയാണ്. ഇപ്പോൾ നമ്മളൊരു മൈക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ എത്ര ശതമാനം ചാർജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഒരു ചെറിയൊരു ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോഫോൺ. അപ്പോൾ ഈ ഒരു മൈക്രോഫോണിൻ്റെ ഓരോ ഓപ്ഷൻസ് ഞാൻ ഒന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഈ ടോപ്പിലായിട്ട് ഇതിൻ്റെ വിൻഡ് പ്രൂഫ് നെറ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്നതും കീ ആണിത്. ഓക്കെ, ഈ ഒരു യെല്ലോ ടോണിലുള്ള കീ. ഇതിലാകെ ഒരു കീ മാത്രമേ ഉള്ളൂ, ഓൺ ആക്കുക ഓഫ് ആക്കാനും. പിന്നെ ബാക്കിയുള്ള ഓരോ ഇൻഡിക്കേറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാനും ഈ ഒരു സ്വിച്ച് മുഖാന്തരമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ബാറ്ററിയുടെ ഒരു സിമ്പൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബാറ്ററി ഇൻഡിക്കേറ്റർ ലൈറ്റാണ്. എത്രമാത്രം ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്കിതിൽ അറിയാനായിട്ട് സാധിക്കും. കൂടാതെ ഈ കണക്ഷൻ ഇൻഡിക്കേറ്ററാണ് രണ്ടാമത്തത്. മൂന്നാമത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂട്ട് ഇൻഡിക്കേറ്റർ ലൈറ്റാണ്. അതുപോലെ തന്നെ നാലാമത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സ് റിഡക്ഷൻ ഇൻഡിക്കേറ്റർ ലൈറ്റാണ്. കൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർജിങ് പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഈ ചാർജിങ് കേസിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായി തന്നെ നമുക്ക് ഈ ഒരു മൈക്രോഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഈ മൈക്രോഫോണിൽ ഒരു സ്വിച്ചാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഒരു 2 സെക്കൻഡ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് ഓൺ ആയിട്ടുണ്ട്. മൈക്ക് ഓൺ ആയി കഴിഞ്ഞാൽ അത് അറിയാനായിട്ടുള്ള ഒരു ലൈറ്റാണ് കണക്ഷൻ ഇൻഡിക്കേറ്റർ ലൈറ്റ്. ഇപ്പോൾ ആ ഒരു ലൈറ്റും കത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവുന്ന ആ ഒരു സിമ്പലും ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 2 പ്രാവശ്യം അമർത്തി കഴിഞ്ഞാൽ ഇത് സൈലൻറ്റ് മോഡിലാവും. ഓക്കെ, നമ്മളൊരു പാട്ട് പാടാനോ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ പോയി ഇരുന്നിട്ട് നമ്മൾ പാട്ട് പാടുന്ന രീതിയിലൊക്കെ നമ്മളൊരു മൈക്രോഫോണിനെ സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മൈക്രോഫോണിൻ്റെ സൈഡിലുള്ള ബട്ടൺ നമ്മൾ 3 തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു റീവർബറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഡിലേക്ക് പോകും. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് നമ്മൾ പാട്ട് പാടുമ്പോഴുള്ള ആ ഒരു ക്ലാരിറ്റിയിലായിരിക്കും ഇതിൽ സൗണ്ട് നമുക്ക് ലഭിക്കുക. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മോഡുകളും നമുക്ക് ഈ ഒരു മൈക്കിൽ അവൈലബിൾ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ മൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 തവണ നമ്മൾ പ്രസ് ചെയ്തിട്ട് ആ റീവർബറേഷൻ മോഡിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പാട്ട് പാടി നോക്കാം. മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർക്കാറ്റിനീണമേ ജീവാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്രനൊമ്പരം കാണാൻ മറന്നു പോയോ മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലോറിനെയും കൂടി ലോറിനെ
ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൽ കൂടെ നല്ല വലിയ ലോറികളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഇതിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ മൈക്രോഫോൺ തന്നെ ആയിരിക്കും അത്. മൊബൈലും ഞാനും തമ്മിൽ ഇപ്പോൾ ഒരു 50 മീറ്ററിലധികം ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഏരിയ എന്നുള്ള സൗണ്ട് അതിൽ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു മൈക്രോഫോൺ തന്നെയാണ്. കൂടാതെ ഞാനിപ്പോൾ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഒന്ന് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ മൈക്കിലെ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചുറ്റുഭാഗത്തുനിന്ന് കാറ്റടിക്കുന്ന അല്ലെങ്കിൽ പുഴയുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പുഴയുടെ അടുത്തു നിന്നുള്ള എല്ലാ സൗണ്ടും നിങ്ങൾക്കതിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കാക്ക കരയുന്നതായാലും ശരി, അതുപോലെ തന്നെ ഒരു ബൈക്ക് പോകുന്ന ഒരു സൗണ്ടായാൽ പോലും നിങ്ങൾക്കതിൽ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൈക്കിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നോയ്സ് ക്യാൻസലേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഒന്ന് ഓണാക്കുകയാണ്. ഇപ്പോൾ ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്ത് ഇതിൽ നോയ്സ് ക്യാൻസലേഷൻ ഓണും ഓഫും ചെയ്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടക്കക്കാരെ സംബന്ധിച്ച് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മൈക്രോഫോൺ തന്നെയാണിത്. 100% എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്ന ഒന്നാണ്. ഞാൻ യൂസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരോടും ഞാൻ എൻ്റെ നന്ദി പറയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.